അവൻ എവിടൊക്കെയാടാ അടിച്ചത്? എവിടെയൊക്കെ അടിച്ചതെന്നോ? ഇനി എവിടെയൊക്കെ ബാക്കിയുള്ളതെന്ന് ചോദിക്കേ. എന്റെ ഈശ്വരാ, വേണ്ട ചോര വരുന്നത് കണ്ടോ? ഇങ്ങോട്ട് കിടക്ക്. അങ്ങോട്ട് കിടക്കടാ മോനെ. എന്റെ ഭഗവാനെ, എവനെ ഇനി ജീവനോടെ കിട്ടുവോ എന്തോ. നിനക്ക് വെള്ളം വേണോടാ മോനെ? അയ്യോ, കുത്തരുത്. ഞാൻ പരിപ്പോടെയാ. കത്തി മടക്ക്, കത്തി മടക്ക്. ഇതാണ് രോഗം പിടിച്ചു കിടന്ന സ്ത്രീ. ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഇപ്പോഴവർ റോഡിലായി. എല്ലാം എനിക്ക് മനസ്സിലായി. നിങ്ങളെ ആ വീട്ടുകാർ തെറ്റിദ്ധരിച്ചു കാണും. ഇതാണ് ഈ കാലത്തിന്റെ ഒരു പ്രത്യേകത. സഹായിക്കാൻ പോയാൽ സഹായിക്കുന്നവനും സഹായിക്കപ്പെടുന്നവനും ഒരുപോലെ കുടുങ്ങും. ഞാനതില്ലേ ആരെയും സഹായിക്കാത്ത. ഞാൻ ആ ഇരുട്ട് മുറിയിൽ കിടന്ന് മരിച്ചിരുന്നെങ്കിൽ എല്ലാം അവസാനിച്ചേനെ. നിങ്ങൾ എന്തിനെന്നെ രക്ഷിച്ചു? ഞാൻ പഠിച്ച തൊഴിൽ മോഷണമാണ്. പക്ഷെ ഇന്നുവരെ ഞാനാരെയും കൊന്നിട്ടില്ല. നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് രക്ഷിക്കണമെന്ന് തോന്നി. ഏതായാലും ആദ്യരാത്രി സമയത്ത് ഈ വഴിയിൽ നിന്ന് സംസാരിക്കണം. ഞാൻ ഇനി എങ്ങോട്ട് പോകും? എനിക്കിനി പോകാൻ ഒരിടവുമില്ല. ഒന്നുകിൽ കടൽ, അല്ലെങ്കിൽ റെയിൽ പാളം. എനിക്കിനി ജീവിക്കണ്ട. നിങ്ങൾക്ക് പോകാൻ ഒരു സ്ഥലം ബാക്കിയുണ്ട്, എന്റെ വീട്. ധൈര്യമുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാം. ഞാൻ കള്ളനാണ്. എങ്കിലും നിങ്ങളുടെ ഭർത്താവിന്റെ അനിയൻ ചെയ്തത് ജീവിതത്തിൽ ഒരിക്കലും ചെയ്യില്ല. പണവും പണ്ടവും ഞാൻ മോഷ്ടിക്കും. പക്ഷെ അമ്മ പെങ്ങന്മാരുടെ മാനം മോഷ്ടിക്കാറില്ല. ചേച്ചി, വേണു കള്ളനാണെങ്കിലും ഹൃദയമുള്ളവനാണ്. ഈ ആങ്ങള പറയുന്നത് ചേച്ചി വേണുവിനടുത്ത് പോകും. വല്ല പണക്കാരന്റെയും പെമ്പറന്നവരായിരിക്കും കത്തോണ്ട് വരിക. നീ ചുമ്മാ തരടാ. കട്ട മുതൽ ചില പെണ്ണുങ്ങൾക്ക് കൽക്കണ്ട പോലെയാ. അറിഞ്ഞോണ്ട് പുറകെ ഇറങ്ങി പോന്നതായിരിക്കും. എല്ലാം അലങ്കോലമാണ്. ഇഷ്ടമാകുമോ എന്തോ. സാരമില്ല. സാധനങ്ങളെല്ലാം അവിടെ ഇവിടെ ചിതറിക്കിടക്കുകയാണ്. മനസ്സ് വെച്ചാൽ ചിതറിപ്പോയത് നേരെയാക്കാൻ കഴിയും. ഞാനിവിടെ പാചകമൊന്നും ചെയ്യാറില്ല. അതുകൊണ്ട് അടുക്കളയിലൊന്നും കാണുമെന്ന് തോന്നുന്നില്ല. ചന്തയിൽ പോയി സ്റ്റവും കുറെ പാത്രങ്ങളും അരി ഉപ്പുമുളകൊക്കെ വാങ്ങിച്ചുകൊണ്ടിരാം. ചന്തയിൽ നിന്ന് മറ്റു വല്ലതും വാങ്ങാനുണ്ടോ? വിരോധമില്ലെങ്കിൽ ഭഗവാന്റെ ഒരു പടം വാങ്ങിക്കൊണ്ടുവരും.
എന്നെ മനസ്സിലായില്ലായിരിക്കും. ഞാൻ വേണുവേട്ടന്റെ ക്ലോസ് ഫ്രണ്ടാ. എന്താ പേര്? എന്റെ പേര് കൊച്ചുഗോവിന്ദൻ. പക്ഷെ എല്ലാവരും എന്നെ പയ്യനെന്നാ വിളിക്കുന്നെ. വേണുവേട്ടന് ഈ ചുറ്റുപാടിൽ 3 ഫ്രണ്ട്സേ ഉള്ളു. ഒന്ന് ഞാൻ, ഒന്ന് നമ്മുടെ ആൾത്തറ അമ്മൂമ്മ, പിന്നെ ഇന്നൊന്ന് നമ്മുടെ പറ്റിയില്ലേ കൈഫ്. കാറ് വരുന്നതും നീ സൈക്കിളുമായിട്ട് മുമ്പോട്ട് നീങ്ങുന്നതും വീഴുന്നതും ഒക്കെ ഇലക്ട്രിക് ഷോക്കിന്റെ വേഗതയിലായിരിക്കണം. പക്ഷേ തല കാറിന്റെ ടയറിന്റെ അടിയിലാകാതെ നോക്കണം, ഒരു വശത്തോട്ട് വീഴണം. കാറ് നിർത്തും, ഞാനൊരു കാഴ്ചക്കാരന്റെ മട്ടി ഓടി വരും, നീ ചത്തതുപോലെ കിടന്നേക്കണം. എന്നാ നിന്നെ വിറ്റ് കാശാക്കുന്ന കാര്യം ഞാനും ഏറ്റി. അതാ നോക്ക്, ഒരു പച്ച കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഒക്കെ കേട്ടോണം. വേറെ സൈക്കിളിൽ കളിക്കോ, പോ പോയി ചാവ്. അയ്യോ, ദൈവമേ, ചത്തെന്നാ തോന്നുന്നത്. ഓ മൈ ഗോഡ്, MSS 9328 ലക്കി നമ്പർ ആണല്ലോ. ആള് കാലിയായ ലക്ഷണമുണ്ട്. കുട്ടിയുടെ നിൽക്കണ്ട, വേഗം കാറിക്കൊരു സ്ഥലം വിട്ടോ, ഇല്ലേ കൊലപാതകത്തിന് ഉത്തരം പറയേണ്ടി വരും. ഞാൻ പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളും തനിച്ചല്ലേ ഉള്ളൂ. അയ്യോ എന്റെ ഭഗവാനെ, ഇപ്പൊ എന്ത് ചെയ്യും? ശരിയാ, ഞാനും തനിച്ചല്ലേ ഉള്ളൂ. എന്താ കുട്ടിയുടെ പേര്? സിന്ധു ഭൈരവി. സിന്ധു ഭൈരവി രാഗരസം. ഒരു കാര്യം ചെയ്യും, ഒരു 500 റുപ്പീസിന് തന്നെ. ആരും അറിയാതെ ശവം മറയുന്നേരം ഞാൻ ഏറ്റു. കുട്ടിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാം, ഇന്ന് രാവിലെ എന്റെ കയ്യിലെ പേഴ്സും 40,000 രൂപയും ഒരു സൂട്ട്കേസും മോഷണം പോയി. ഇതാ ഷർട്ട് പോലുമില്ല. അതിനെന്റെ പണമൊന്നും ഇല്ലല്ലോ. അയ്യോ, നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന ആള് കൂടും, പിന്നെ കാര്യങ്ങൾ ചക്ക കുഴയൊന്നുമല്ല കുഴയും. വണ്ടിയുടെ ഷേപ്പ് മാറും, അത് കഴിഞ്ഞ് നമ്മുടെ ഷേപ്പ് മാറും. അതുകൊണ്ട് ആ മാല ഉരിയും തന്നെ. അയ്യോ, എനിക്ക് പൈസയുടെ ആവശ്യമില്ല. പക്ഷേ കേസ് ഒതുക്കി തീർക്കാൻ പണം വേണ്ടേ? ആ കുട്ടി ഒരു കാര്യം ചെയ്യും, കാറി കയറി മിടിക്കായിട്ട് ഡ്രൈവ് ചെയ്ത് പോ. റിവേഴ്സ്. പെട്രോൾ ഉണ്ടല്ലോ. അണ്ണോ വേല മനസ്സിരിക്കട്ടെ, മാലേ പാതി എനിക്കുള്ളതാ. എടാ ഗുരുത്തദോഷി, ജീവിക്കാൻ ഞാനൊരു വഴി കാണിച്ചെന്നില്ലടാ. നാളെ മുതൽ ആ തൊഴിൽ ചെയ്ത് അന്തസ്സായി ജീവിക്കാൻ നോക്കടാ. ഞാൻ താമസിക്കുന്ന മുറി തന്നെയാണോ ഇത്? ഞാൻ പടം വാങ്ങിച്ചു. ഏത് ഭഗവാനാണാവോ കൂടുതൽ ഇഷ്ടം? കാര്യം പിടുത്തമില്ലാത്തതുകൊണ്ട് ഞാൻ 3 പേരെ ഇഞ്ഞു കൊണ്ടുവന്നു. അയ്യപ്പൻ, ഗുരുവായൂരപ്പൻ, സുബ്രഹ്മണ്യൻ. നിങ്ങൾ എന്തിനാ മനുഷ്യനെ ഈ മരം കൊച്ചുന്ന തണുപ്പത്തി വരാന്തേ വന്ന് കിടക്കുന്നത്? സ്വർണം പുറത്ത് കിടക്കുമ്പോ ഞാൻ എങ്ങനെ അടി അകത്ത് കിടക്കുന്നത്? അത് ആരെടുത്തോണ്ട് പോവാന്? ഇങ്ങനത്തെ ഒരു മനുഷ്യൻ. ഒരു ശബ്ദം ഞാനൊന്നും കേട്ടില്ലേ? കേട്ടോ? ശ്രദ്ധിക്കും കേട്ടോ? എല്ലാം പോയേ, സാമുദ്രോഗികളെല്ലാം കൊണ്ടുപോയേ. അവളും അവിടെ രഹസ്യക്കാരനും കൂടെ വന്ന് എല്ലാം മാന്തി. അയ്യോ, ഞാൻ പട്ടിണി കിടന്നുണ്ടാക്കിയതെല്ലാം കൊണ്ടുപോയേ.
പറയാതെ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നടി? ഇത്രയും വലിയ പണക്കാരനാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല കേട്ടോ. പിന്നെ ഒരു കാര്യം, ഈ മാലയും കാപ്പും എല്ലാം ഇട്ടോണ്ട് ഇതിനകത്ത് തന്നെ ഇരുന്നോണം. പുറത്തു പോയാൽ എന്താ? നീ പുറത്തു പോയാ ഞാൻ അകത്ത് പോകും. ഇങ്ങനെ ദുഃഖിച്ചിരുന്നാലോ? തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. പോലീസ് സ്റ്റേഷനിൽ പരാതി പറയാമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അവർ പണത്തിന്റെ കാര്യം ചോദിച്ച സംഗതി ആകെ കുഴയും. അച്ഛൻ ഇതുവരെ 1 രൂപ പോലും ഇൻകം ടാക്സ് കൊടുത്തിട്ടില്ല. നീ ഒരു കാര്യം ചെയ്യേ, പണത്തിന്റെ കാര്യം പറയണ്ട, ആഭരണത്തിന്റെ കാര്യം മാത്രം പറഞ്ഞാ മതി. 410 പവനുണ്ടായിരുന്നു. അത് മുഴുവനും എന്റെ കല്യാണത്തിന് എന്റെ അച്ഛൻ ശ്രീധരമായിട്ട് തന്നതാണെന്ന് പറയാം. ശ്രീധരൻ, നിന്റെ ആ ദരിദ്രവാസി തന്ത എണ്ണിച്ചുട്ട അപ്പം പോലെ 7.5 പവൻ തന്നല്ലേ നിന്നെ എന്റെ കൂടെ ഇറക്കി വിട്ടത്. ബാക്കിയൊക്കെ ഞാൻ കഞ്ഞിയും കടുങ്കാപ്പിയും കുടിച്ചുണ്ടാക്കിയെടുത്തതാ. എന്നാലും എന്റെ ഗുരുവായൂരപ്പ എന്നോട് ഈ കടുങ്കൈ ചെയ്തല്ലോ. കണക്കായി. ഏതായാലും അമ്മ പറഞ്ഞതുപോലെ രൂപയുടെ കാര്യം പറയാതെ സ്വർണം മാത്രം മോഷണം പോയ കാര്യം പറഞ്ഞ് പോലീസിൽ പരാതി കൊടുക്കാം. അന്ന് എന്റെ അടിച്ചവന്റെ ലക്ഷണങ്ങളും പറഞ്ഞു കൊടുക്കാം. ഇതല്ലേ ശ്രീമതി ലക്ഷ്മിയുടെ വീട്? എനിക്ക് ശ്രീമതി ലക്ഷ്മി ഒന്ന് കാണണമായിരുന്നു. ഞാൻ മരിച്ചുപോയ MP മേനോന്റെ വക്കീലാണ്. MP മേനോ? നമ്മുടെ ലക്ഷ്മിയുടെ ചെറിയച്ഛനെ അങ്ങനെ ചത്തോ? വല്ല സംഭാവനയുടെ കാര്യത്തിലാണ് വന്നതെങ്കിൽ വന്ന വഴി ഇറങ്ങി പോകുന്നതാണ് നല്ലത്. ഞാൻ പണം അങ്ങോട്ട് വരാനാണ് വന്നത്. പണം തരാനോ? ഏത് പണം? ഇങ്ങോട്ട് ഇരുന്നാട്ടെ. മിസ്റ്റർ MP മേനോൻ മരിക്കുന്നതിനും വെടിവെച്ച ഭാഗപത്രം അനുസരിച്ച് ശ്രീമതി ലക്ഷ്മിയുടെ പേരിൽ 1 ലക്ഷം രൂപ നീക്കി വെച്ചിട്ടുണ്ട്. പണം ഇനി തന്നാട്ടെ, ഞാൻ ഒപ്പിട്ട് തരാം. അവള് ഗുരുവായൂർ ഭജന വിരിക്കാൻ പോയിരിക്കുക. 2 ദിവസത്തിനകം വരും. ക്ഷമിക്കണം, പണം ബാങ്കിൽ ഇട്ടിരിക്കുകയാണ്. അത് സംബന്ധിച്ചുള്ള ഡോക്യുമെന്റ്സ് ശ്രീമതി ലക്ഷ്മിയെ ഏൽപ്പിക്കാനാണ് ഞാൻ വന്നത്. ശരി, അടുത്ത ആഴ്ച വരാം. നമസ്കാരം. മഹാലക്ഷ്മിയുടെ ഒരു വരവ് നോക്കണേ, വന്നതും പോയതും ഒരേപോലെ. ആയിരം കണ്ണുകൾക്ക് നടുവേ അമ്പേറ്റ കിളിയെ പോലെ എന്റെ മനസ്സ് ചിറകടിക്കുന്നു. വണ്ണക്കടലാസിലൂടെ അരിച്ചിറങ്ങുന്ന വെളിച്ചം സർപ്പക്കുഞ്ഞുങ്ങളെ പോലെ എന്റെ ശരീരത്തെ ഇഴഞ്ഞോടുന്നു. നീ ഈ ആഭാസ നൃത്തം തുടരണമെന്ന് എനിക്കും ആഗ്രഹമില്ല. ഒരു നല്ല കോള് കിട്ടിയാൽ ജോൺസനോട് യാത്ര പറഞ്ഞിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകാം. മതി കുടിച്ചത്. ഡോണ്ട് സ്റ്റോപ്പ് മീ. ലഹരി മാത്രമാണ് എന്റെ ഒരേ ഒരു അഭയം. ഈ വിസ്കിയുടെ ലഹരി, പിന്നെ നിന്റെ ഈ കണ്ണുകളുടെ ലഹരി.